ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. ചീര വിഭാഗത്തിൽ പെടുന്ന ഒന്ന് തന്നെയാണിത്. ധാരാളം നാരുകൾ അടങ്ങിയതും വൈറ്റമിൻ B1, B2, B3, C ഇവയെല്ലാം അടങ്ങിയതും കൂടാതെ റിച്ച് ആയിട്ട് വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത്. വൈറ്റമിൻ A കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ മറ്റു ചില ഗുണങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയൂററ്റിക് ആക്ഷൻ കാരണം ശരീരത്തിൽ നിന്ന് ധാരാളം മൂത്രം പോകുന്നതിലൂടെ നമുക്ക് ആ നീർക്കെട്ടൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. കൂടാതെ കുടൽ രോഗങ്ങളുള്ളവർക്കും, ഫിസ്റ്റുല, പൈൽസ് ഇവയുള്ളവർക്കും, അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് അസുഖമുള്ളവർക്കൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ശമനം കിട്ടുന്നതാണ്. കരൾ രോഗമുള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കരളിൻ്റെ നീർക്കെട്ട് കുറയ്ക്കുന്നതിനും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നമുള്ളവർക്കും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തമുള്ളവർക്കും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. ഇത് കഴിച്ചുകൂടാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവരും കിഡ്നി തകരാറിലായിട്ടുള്ളവരും അതുപോലെ തന്നെ ഗൗട്ട്, ആർത്രൈറ്റിസ്, സന്ധിവാതം പോലുള്ള രോഗങ്ങളുള്ളവർക്കും ഈ ചീര കഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനും കാണാനായി ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പൊന്നാങ്കണ്ണി ചീര നമുക്ക് വെയിലത്തും തണലത്തും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. വെയിലത്താണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കെല്ലാം തന്നെ ചെറിയ ചുവപ്പ് നിറം കാണാൻ സാധിക്കുന്നതാണ്. ഇനി തണലത്താണ് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നല്ല പച്ച നിറത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. പൊന്നാങ്കണ്ണി ചീര എപ്പോഴും നമ്മൾ കറി വെച്ചാണ് കഴിക്കേണ്ടത്. പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. മറ്റ് ചീരകളെ പോലെ തന്നെ നമുക്കിത് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിനെ നമുക്കിതുപോലെ തണ്ടോടുകൂടി ചെടിയിൽ നിന്ന് നുള്ളി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇതിനെ കുതിർത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചീരയ്ക്ക് അരിയുന്നത് പോലെ ഞുരുഞ്ഞുര അരിഞ്ഞ് ഇതിനെ കറി വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് നമുക്ക് നട്ട് പരിപാലിക്കേണ്ടതെന്ന് നോക്കാം. പൊന്നാങ്കണ്ണി ചീര നടുന്നതിനായി നമുക്ക് ആദ്യമേ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടത് നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിൻ്റെ കൂടെ കോഴിവളവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയും കൈവശമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ അടിവളമായിട്ട് കോഴിവളമോ ചാണകപ്പൊടിയോ ഒക്കെ ചേർത്താൽ മതി. ഇങ്ങനെ നടുന്ന മണ്ണിൽ നല്ല രീതിയിൽ തന്നെ ചെടി മുളച്ചു വരുന്നതാണ്. പൊന്നാങ്കണ്ണി ചീരയെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുത്തതിന് ശേഷം മണ്ണിലോട്ട് കുത്തിവെച്ചാൽ മാത്രം മതി. ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നോളും. ഇതിന് വേര് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മണ്ണിലൊന്ന് കുത്തിവെച്ചാൽ മാത്രം മതി. നമ്മളൊരു 2-3 ദിവസം ഇതിനെ തണലത്ത് വെക്കണമെന്നേ ഉള്ളൂ. മണ്ണിൽ നട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പൊന്നാങ്കണ്ണി ചീര മാത്രം മതി നമുക്കൊരു തോട്ടം നിറയെ പൊന്നാങ്കണ്ണി ചീരയെ വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പൊന്നാങ്കണ്ണി ചീരയിൽ നിന്നാണ് ഞാൻ ഇത്രയധികം പൊന്നാങ്കണ്ണി ചീരയെ വച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണിൽ ഇതുപോലെ ഒന്ന് കുത്തിവെച്ച് അതിൻ്റെ മൂടൊന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. പൊന്നാങ്കണ്ണി ചീരയെ നമുക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നറിലൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പോലും നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ തളിരിലകൾ നമ്മൾ നുള്ളിയെടുക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെയും ശിഖരങ്ങളൊക്കെ പൊട്ടി നല്ല ബുഷ് പോലെ ആയി വരുന്നതാണ്. കൂടാതെ ഇതിൽ ചെറിയ പൂക്കളൊക്കെ വരുന്നതാണ്. വെള്ള കളറിലുള്ള പൂക്കളാണവ. ഇതിൻ്റെ തണ്ടൊക്കെ ഒത്തിരി മൂപ്പത്തുന്നതിന് മുന്നേ അതിൻ്റെ തളിരിലകളോട് കൂടി അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കുന്നതാണ് നമുക്ക് അരിയാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. കൂടാതെ ഈ ചെടി മുഴുവനായിട്ട് പുഴുതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇലകൾ മാത്രം നമ്മൾ തണ്ടോടുകൂടി ഒന്ന് നുള്ളിയെടുത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി. കീടശല്യം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ചെടിയാണിത്. അതുകൊണ്ട് ഒരു ജൈവ കീടനാശിനി ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ ചെറിയ കണ്ടെയ്നറിലൊക്കെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഒരു 3-4 ഗ്രോ ബാഗൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ പറിച്ച് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി കീടശല്യം എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ തന്നെ ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മറ്റ് ചെടികൾക്കൊക്കെ പ്രയോഗിക്കും പോലെ വേപ്പെണ്ണ ഒരു 5 ml, സോപ്പ് സൊല്യൂഷൻ ഒരു 2 ml, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു കുടം ചതച്ചതിൻ്റെ നീരും എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറി വെക്കാനായി ഇലകൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇലകളിൽ ഇതൊക്കെ തന്നെ സ്പ്രേ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ആ വേപ്പെണ്ണയുടെ ഒരു കയ്പ്പ് രസം കാണും. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി തോട്ടത്തിലെ ഒരു ചെറിയ വിളവെടുപ്പും കൂടി കാണാം. ആദ്യമേ തന്നെ കോവയ്ക്ക് വിളവെടുക്കാൻ വളരെ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതും ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്നതുമായ ഒരു ചെടിയാണ് ഈ കോവൽ എന്ന് പറയുന്നത്.
കോവലിൻ്റെ ഒരു ചെടി നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങി നടുകയാണെന്നുണ്ടെങ്കിൽ വെച്ചൊരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ വിഷരഹിതമായ ഒരു പച്ചക്കറി നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോവയ്ക്ക് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിളവെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ചുവപ്പും പച്ചയും ആനക്കൊമ്പൻ വെണ്ടയാണ്. എല്ലാവർക്കും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചെറിയ കണ്ടെയ്നറിലാണെങ്കിൽ പോലും ഇതിൽ നിന്ന് നല്ല വിളവാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല തൂക്കവും നീളവും ഒക്കെ വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചുവപ്പും പച്ചയും ആനക്കൊമ്പൻ വെണ്ട. ഇനിയുള്ളതെന്ന് പറയുന്നത് പച്ച കളറിലെ ചീരയാണ്. വളരെ ഈസി ആയിട്ട് വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചുവന്ന ചീരയെ അപേക്ഷിച്ച് പച്ച കളറിലെ ചീരയ്ക്ക് കീടശല്യം വളരെയധികം കുറവാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ കൃഷി ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഇതുപോലുള്ള ഒരു ചീര നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിക്ക് ആവശ്യമായിട്ടുള്ള ചീരകളൊക്കെ തന്നെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് പച്ചമുളകാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളകിലൊക്കെ തന്നെ ധാരാളം വിഷമടിച്ച് വരുന്നതാണ്. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത്. വളരെ കുറച്ച് കെയറിങ്ങിൻ്റെ ആവശ്യമൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ വിത്തുകളൊക്കെ തന്നെ നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽമുളകിൽ നിന്ന് എടുത്താൽ മാത്രം മതി. അതിനെ ഒരു കണ്ടെയ്നറിലിട്ട് മുളപ്പിച്ചിട്ട് നമുക്കിതുപോലെ പറിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുളവുകളൊക്കെ തന്നെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി മണ്ണില്ല, കുറച്ച് മണ്ണൊക്കെയുള്ള സ്ഥലവും കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനിയുള്ളതെന്ന് പറയുന്നത് ഒരു ചെറിയ തക്കാളിയാണ്. അപ്പോൾ ഇത്രയും പച്ചക്കറികളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അപ്പോഴപ്പോഴും വിളവെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്